ഞാൻ കാരാകുർശി അയ്യപ്പൻകാവ് മെഡിവ എന്ന സ്ഥാപനത്തിലാണുള്ളത്. ഇവിടുത്തെ പ്രത്യേകത ആയുർവേദവും യുനാനിയും സമന്വയിപ്പിച്ചുള്ള വളരെ കാര്യക്ഷമമായ ഒരു ചികിത്സാ സമ്പ്രദായമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 3 ഡോക്ടർമാരുടെ സേവനവും അതുപോലെ തന്നെ യുനാനി ആയുർവേദ മരുന്നുകളുടെ ലഭ്യതയുമുണ്ട്. ഡോക്ടർ സിയാദ് നമ്മോട് വിശദീകരിക്കുന്നു. യുനാനിയും ആയുർവേദവും സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു ഹോളിസ്റ്റിക് രീതിയിലുള്ള അപ്രോച്ചാണ് നമ്മൾ പേഷ്യൻസിന് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇമ്പോർട്ടൻ്റ് ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്ന ട്രീറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഓർത്തോ ന്യൂറോ സെഗ്മെന്റ്. അതായത് നിങ്ങൾക്ക് പലർക്കും അസ്ഥിസന്ധമായി ഊരവേദന, മുട്ടുവേദന, അതേപോലെ ഷോൾഡർ വേദന, കഴുത്തുവേദന, ഇങ്ങനെ ഒരുപാട് വേദനകൾ കൊണ്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ സാധാരണഗതിയിൽ നിന്ന് പേഷ്യൻസിന് ഒരു മരുന്ന് കൊടുത്ത് ചികിത്സിക്കുക എന്നുള്ളതിനുപരി ചില പ്രത്യേക തരം തെറാപ്പികളിലൂടെ പേഷ്യന്റിന് എത്രയും പെട്ടെന്ന് റിലീഫ് കൊടുക്കുക, അവർക്കൊരു പെട്ടെന്നൊരു റീഹാബിലിറ്റേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഉദ്ദേശം. അപ്പോൾ നമുക്ക് ഇപ്പോൾ കാലങ്ങളായിട്ട് മുട്ടുവേദന അനുഭവിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ നമ്മളെ ക്ലിനിക്കിലേക്ക് വരികയും ഇവർക്ക് നമ്മൾ കപ്പിംഗ് തെറാപ്പി അതുപോലുള്ള മറ്റ് തെറാപ്പികൾ ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ കൊടുക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പുറത്ത് ആളുകളോട് പറയാൻ മടിയുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഈ പൈൽസ്, ഫിഷറി, ഫിസ്റ്റുല. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ വളരെ പ്രൈവസി ആയിട്ട് നിങ്ങളുടെ ഒരു പ്രൈവസി ഞങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു പൂർണ്ണ ആശ്വാസം ഈ പൈൽസ്, ഫിഷറി, ഫിസ്റ്റുലയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ട പ്രൊസീജിയേഴ്സും മറ്റ് ചെറിയ ആനൽ ഫിൽട്രേഷൻ പോലുള്ള ചെറിയ ട്രീറ്റ്മെന്റുകളും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പല തരം മെഡിക്കേഷൻസിലൂടെയും അവർക്ക് എന്താണ് അവരുടെ ഭക്ഷണക്രമത്തിലും മറ്റും മാറ്റം വരുത്തേണ്ടത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കും. കർക്കിടക ചികിത്സ അനുബന്ധിച്ചിട്ട് നമ്മൾ കർക്കിടകത്തിൽ എന്താണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മളെ ഒരു കർക്കിടകത്തിൽ നമ്മൾ രാവിലെ മുതൽ ഈവനിങ് വരെ നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കർക്കിടക ചികിത്സാ പാക്കേജുകളുണ്ട്. അപ്പോൾ ഒരു നോർമൽ വെൽനസ് സെന്ററിനെ അപേക്ഷിച്ചിട്ട് നമ്മളിവിടെ 3 തരം പാക്കേജ് കൊടുക്കുന്നുണ്ട്. ഒരു ക്ലാസിക്, സ്റ്റാൻഡേർഡ്, പ്രീമിയം, ഇങ്ങനെ 3 തരം പാക്കേജുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പേഷ്യൻസിന്റെ ഒരു ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചിട്ടും സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ടും ഒക്കെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻസിന് ഇതിൽ ഏത് വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാം. അപ്പോൾ മറ്റ് പുറത്ത് ആളുകൾക്ക് ലഭിക്കുന്ന ഒരു ട്രീറ്റ്മെന്റിനെക്കാളും എന്തും കൂടി ഒരു ബെറ്റർ ഓപ്ഷനാണ് നമ്മളെ ക്ലിനിക്കിൽ ഓപ്ഷൻ കൊടുക്കുന്നത്. കാരണം കപ്പിംഗ് തെറാപ്പി ആയാലും ഹിജാമ ആയാലും ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നതുകൊണ്ട് പേഷ്യന്റിന് ഭയങ്കര ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വെൽനസ് പാക്കേജിൽ നമ്മൾ ഫ്രീ വെൽനസ് കൺസൾട്ടേഷൻ പേഷ്യൻസിന് കൊടുക്കുന്നുണ്ട്, ഫ്രീ മോണിറ്ററിങ് കൊടുക്കുന്നുണ്ട്, ഫ്രീ ഡയറ്റ് പാക്കേജ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ആയുർവേദം, യുനാനിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദം ഒരു ഇന്ത്യൻ ഒറിജിൻ ഓഫ് മെഡിസിൻ ആണ്. ആയുർവേദം ആസ് എ പാർട്ട് ഓഫ് ലിവിങ് കൂടിയാണ്. യുനാനി എന്ന് പറയുന്നത് ഗ്രീക്കിൽ നിന്ന് ഉത്ഭവിച്ച ഒരു മെഡിസിനൽ സിസ്റ്റമാണ്. അതായത് ഇന്ന് മെഡിസിന്റെ ഫാദർ എന്ന് പറയപ്പെടുന്ന ഹിപ്പോക്രൈറ്റ്സിന്റെ സിദ്ധാന്തം ആണ് ശരിക്കും യുനാനിയുടെ ഒരു ബേസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 4 എലമെന്റ് തിയറി, 4 ഹിമോൾ തിയറി എന്നൊക്കെ പറയും. അത് പിന്നീട് ഗ്രീക്കിൽ നിന്ന് ഈജിപ്തിലേക്കും മറ്റ് അറബ് രാജ്യങ്ങളിലേക്കും സ്പ്രെഡ് ആവുകയും നമ്മളെ ഇന്ത്യയിലേക്ക് അറബ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സിസ്റ്റത്തെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഹിജാമ എന്ന് പറഞ്ഞാൽ ആസ് എ പാർട്ട് ഓഫ് ഹോള് യുനാനിയിൽ നല്ലൊരു യുനാനിയുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. പക്ഷെ അതിനോടൊപ്പം തന്നെ ഒരു ചൈനീസ് മെഡിസിന്റെ കോൺട്രിബ്യൂഷനും കൂടി ഹിജാമയിൽ വരുന്നുണ്ട്. അറബ്സ് ആണ് ഇതിനെ ഭയങ്കര ഡെവലപ്മെന്റ് ഈ ഹിജാമയ്ക്ക് കൊണ്ടുവന്നത്. കാരാകുർശി പഞ്ചായത്തിൽ അയ്യപ്പൻകാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അയ്യപ്പൻകാവ് വലിയട്ട റോഡിൽ ഒരു ജസ്റ്റ് 200 മീറ്റർ, അയ്യപ്പൻകാവ് ജംഗ്ഷനിൽ നിന്ന് ഒരു 200 മീറ്റർ മാറിയിട്ടാണ് നമ്മളെ സ്ഥാപനം വരുന്നത്. അപ്പോൾ ഒരു ജംഗ്ഷനിൽ നിന്ന് മാറ്റിയതിന്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മളെ ക്ലിനിക്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിൽ ഒന്നാണ് പൈൽസ്, ഫിഷറി, ഫിസ്റ്റുല. അപ്പോൾ ഇങ്ങനത്തെ ട്രീറ്റ്മെന്റിന് ആളുകൾക്ക് ഒന്നുകൂടി പ്രൈവസി ആവണം, പിന്നെ ആളുകൾക്ക് ഒന്നുകൂടി സ്പേഷ്യസ് ആയിട്ട് വന്നു പോകാൻ കഴിയണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഉദ്ദേശം കൂടിയാണ് നമ്മൾ ഈ ഒരു ലൊക്കേഷൻ നമ്മൾ തിരഞ്ഞെടുത്തത്. ഈ നാട്ടുകാരുടെ ഒരു പൂർണ്ണ പങ്കാളിത്തം നമുക്ക് പല കാര്യങ്ങളിലുണ്ട്. എല്ലാ കാര്യത്തിലും നാട്ടുകാർ, ഇവിടുത്തെ ആളുകളും സംഘടനകളും എല്ലാതും നമുക്ക് പൂർണ്ണ സപ്പോർട്ടുകളുണ്ട്. ആഴ്ചയിൽ 7 ദിവസവും ഡോക്ടേഴ്സിന്റെ സേവനം നമുക്ക് ലഭ്യമാണ്. തിങ്കൾ മുതൽ വെള്ളി വരെ, പിന്നെ ഞായറാഴ്ചയും ഞാൻ ഡോക്ടർ മുഹമ്മദ് സിയാദ് സേവനം ഉണ്ടായിരിക്കുന്നതാണ്. അതേപോലെ വെള്ളി, ശനി ദിവസങ്ങളിൽ ഡോക്ടർ മുഹമ്മദ് അസ്ഹറുദ്ദീൻ സേവനം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തിങ്കൾ മുതൽ ശനി വരെ ഡോക്ടർ സലീക്ക വർസാന സേവനം ഉണ്ടായിരിക്കുന്നതാണ്. ഞായറാഴ്ച ഉച്ചവരെ അടക്കം ആഴ്ചയിൽ 7 ദിവസവും നമുക്ക് സേവനമുണ്ട്. അതായത് ഒഴിവു ദിവസങ്ങളിൽ ആളുകൾക്ക് ട്രീറ്റ്മെന്റ് എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പൊ അവർക്കും കൂടി ഉതകുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ചാർട്ട് ചെയ്തിട്ടുള്ളത്.
രാവിലെ 10 മണി മുതൽ ഈവനിങ് 7 മണി വരെ നമ്മൾ OP അവൈലബിൾ. ആയുർവേദം യുനാനി ഉള്ളത് കൊണ്ട് ഈ 2 ഡിപ്പാർട്ട്മെന്റ് മെഡിസിൻസ് അത്യാവശ്യം അവൈലബിൾ ആണ്. അത് ആയുർവേദത്തിന്റെ ഒരു 4 മുതൽ 6 വരെ കമ്പനികൾ നമുക്ക് അവൈലബിൾ ആണ്. യുനാനിയിൽ ഒരു 4 കമ്പനികളുടെ മെഡിസിൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ 2 ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുവിധപ്പെട്ട എല്ലാ മെഡിസിൻസും നമുക്ക് നമ്മുടെ ഫാർമസിയിൽ അവൈലബിൾ ആണ്. പിന്നെ നമ്മൾക്ക് സ്വന്തമായിട്ട് വൈമി എന്നുള്ള നമ്മൾ സ്വന്തമായിട്ടുള്ള ഒരു കോസ്മെറ്റിക് ബ്രാൻഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ സെൽഫായിട്ട് ഉണ്ടാക്കിയ ഒരു ബ്രാൻഡാണ്. അപ്പോൾ അതിൽ നമുക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ബേസ് ഉള്ള സോപ്പുകൾ ഇന്ന് നമുക്ക് ഒരു തനതായ പ്യുവർ ഫോമിലുള്ള സോപ്പുകളും മറ്റ് കോസ്മെറ്റിക് ഐറ്റംസും നമുക്ക് ലഭ്യത വളരെ കുറവാണ്. 20ഓളം സോപ്പുകൾ നമുക്ക് അവൈലബിൾ ആണ്. 4ഓളം ഷാംപൂസ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ 5 തരത്തിലുള്ള ജെല്ലുകൾ അവൈലബിൾ. വളരെ നല്ല പ്രതികരണമാണ് ആളുകളുടെ നമുക്ക് നമ്മളെ പ്രൊഡക്റ്റുകൾക്ക് കിട്ടുന്നത്. അപ്പോൾ അവർക്ക് നല്ലൊരു പ്രൊഡക്റ്റ് കൊടുക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു ബാധ്യത കൂടിയാണ്.